എന്നോടിഷ്ടം കൂടാമോ നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാൻതുമ്പി പോരാമോ നിന്നെ കൂടാതില്ല എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴേക്കെടുത്തിടാൻ എന്തു മോഹം. സാർ, ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കിട്ടിയത് സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്ന് ഇവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. സോറി മൈ ബോയ്. കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റേത്. സാറൊരു മാടപ്രാവാണ്. താങ്ക് യു. അതെ, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ചേട്ടാ, മലയാളത്തിലാണോ ഇത്ര നേരം പറഞ്ഞത്? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്യ്, ഒറിജിനൽ ഉണ്ടാക്കി തന്നാ മതി. ചേട്ടാ, അല്ല പിന്നെ നിങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനാണല്ലോ നിങ്ങൾ ഇരിക്കണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരാനും പറ്റില്ല. ചേട്ടാ, ചേട്ടനൊരു വേറൊരു താക്കോല് ഷേപ്പ് ഉള്ളത് കൊണ്ടു തരാതെ എനിക്ക് ഉണ്ടാക്കി തരാൻ. ഞാൻ ആരോട് ചോദിച്ചിട്ട് കൊണ്ടുവരാനായിട്ട്? ചേട്ടന്റെ താക്കോല് ചേട്ടൻ സൂക്ഷിക്കണ്ട. ഞാൻ എടുത്ത് കളഞ്ഞല്ലോ ഈ താക്കോൽ ഇവിടെ കിടന്നത്. ഈ താക്കോല് പോകുമ്പോ രണ്ടാമത് ഉണ്ടാക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. രണ്ടാമത് ഉണ്ടാക്കണമെങ്കിൽ ഒരു താക്കോല് കൊണ്ട് തരണം സുഹൃത്തെ. അല്ലാതെ ഞാൻ എന്തിന്റെ മാതൃക ആരോട് ചോദിച്ചു നോക്കട്ടെ. കുറെ നേരം. ഹലോ ഹലോ, ഇതാരാ? ഇത് അഭിലാഷാണ്. അഭിലാഷകനാണോ? എവിടെന്നാ? എന്റെ ഒന്ന് രണ്ട് കേസുകളുണ്ടല്ലോ. പറഞ്ഞോ എന്താ? അഭിഭാഷകനല്ല, അഭിലാഷ്. അഭിലാഷാണോ? എന്റെ സുഹൃത്തത്. അഭിലാഷിന് ഞാൻ താക്കോൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അത് കൊള്ളത്തില്ലായിരുന്നല്ലോ നിങ്ങൾ ഉണ്ടാക്കി തന്ന സാധനം. എന്തോ നിങ്ങൾ ഉണ്ടാക്കി തന്നത്? അത് നിങ്ങൾ കൊണ്ടുതന്ന താക്കോല് പോലെ തന്നെ ആണല്ലോ ഉണ്ടാക്കി തന്നത്. അല്ല, ഞാൻ കൊണ്ടു തന്ന പോലല്ലോ നിങ്ങൾ ഉണ്ടാക്കി തന്നത്. അതിന്റെ അകത്ത് 5 വെട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് നിങ്ങൾ തന്നതിന്റെ അകത്ത് 10 വെട്ടുണ്ടായി. ഉണ്ടാക്കി കൊടുക്കുന്നത് ചേട്ടാ, ഞാൻ സോപ്പിൽ വെച്ച് അമർക്കിയപ്പോ 6 ഇത്ര നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ താക്കോലിൽ എത്ര വെട്ടുണ്ടായിരുന്നു? എന്റെ താക്കോലിൽ 5 വെട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയതിൽ 10 വെട്ടായി. ഇത് ആർക്കെങ്കിലും അവസ്മാരം വന്നവർക്ക് കടിക്കാൻ കൊടുത്തായിരുന്നോ? എവിടെന്ന്? 3-4 പല്ലിന്റെ പാട് കണ്ടല്ലോ. കുഴപ്പം, നിങ്ങളുടെ അടുത്ത് ഒരു സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഇതെല്ലാം പറയുന്ന എപ്പോഴും. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ സോപ്പേ വെച്ചിട്ട് അച്ചുണ്ടാക്കിയിട്ട് വളരെ കൃത്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എത്രയോ ബാങ്ക് ലോക്കറുകളുടെ വരെ കീ ആദ്യം വെച്ച് നെക്കി, പിന്നെ അതിന്റെ മുകളിൽ കൂടെ പിന്നെയും കയറ്റി വെച്ച് ഒന്നും കൂടെ നെക്കി കാണും. ഒന്നുമില്ല. നിങ്ങളുടെ താക്കോലിൽ വെട്ടുകൂടെ. നിങ്ങളുടെ ചിലപ്പോ വാതിലെ നിങ്ങളൊരു വെട്ട് കുറച്ച് കാണും ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക്. വാതില് വെട്ട് കുറച്ചല്ല, നിങ്ങൾ സോപ്പേ വെച്ച് വെട്ടിയത് കൂടിപ്പോയതാണ്. അതെ അഭിലാഷേ, നീ നിന്റെ വീട്ടിൽ തന്നെയാണോ തുറക്കാൻ കയറി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലാണോ? എന്താ സംഭവം? ഞാൻ എങ്ങനെ അപ്പുറത്തെ വീട്ടിൽ തുറക്കാൻ പോലില്ല, വീട്ടിൽ തന്നെയാണ് സാറ് തുറക്കുന്നത്. അപ്പോഴേ അഭിലാഷ, എന്റെ താക്കോല് പോയി അലമാരിയുടെ. അതിന്റെ ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അതിന്റെ ഒറിജിനൽ ഉണ്ടെങ്കിലേ ഡ്യൂപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയണു. 6 താക്കോല് പോയി എന്റെ അലമാരിയുടെ. കുട്ടൻ ചേട്ടൻ വന്ന് ഇപ്പോണ്ടേ കണ്ടു കഴിഞ്ഞാൽ വെറും ഇതാ പുള്ളിയുടെ താക്കോല് കളഞ്ഞുപോയി. അപ്പൊ പുള്ളി ഇപ്പൊ താക്കോല് വഴിയിലെങ്ങാൻ കിടന്നല്ല താക്കോലും കിട്ടിയായിരുന്നോ? വഴി കിടന്ന് താക്കോല് ഇല്ലല്ലോ, വഴി കിടന്ന് പിന്നെ താക്കോലിന്റെ ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട്. അതുപോരാ, നമുക്ക് ഈ താക്കോലിന്റെ താക്കോല് വേണം, ചെയിൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ താക്കോല്. ഇപ്പൊ എന്താ ചെയ്യുക? സോപ്പ് മതിയോ? ഒരു ചെറിയ സോപ്പിന്റെ കഷ്ണത്തിൽ പണ്ട് പതിപ്പിച്ചാണ്ട് ഇരിപ്പുണ്ട്, അത് മതിയോ? പണ്ട് പതിപ്പിച്ച സോപ്പ് അവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെയാണ്, അതൊന്ന് കൊണ്ടുതരുമോ? അതൊന്ന് പുള്ളിക്ക് കൊടുക്ക്. ആ സോപ്പ് ഒന്ന് പുള്ളിക്ക് കൊടുക്ക്. സോപ്പോ? പുള്ളി ഒന്ന് കുളിക്കട്ടെ. കടിച്ചു തിന്നോ കുളിക്കാൻ എടുക്കുവോ എല്ലാം ചെയ്താലോ? പുള്ളി ഒന്ന് കുളിക്കട്ടെ എന്തായാലും. ഞാനിപ്പോ എന്ത് അഭിലാഷേ, ഞാനിപ്പോ എന്നാ ചെയ്യണ്ടേ? ഇപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്യും, വണ്ടി വിളിച്ച് എന്റെ വീട്ടിലോട്ട് പോവാ. ബാക്കി അവിടെ നമുക്ക് സംസാരിക്കാം. അവിടെ ഒന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? സംസാരിച്ചിരുന്ന അലമാരിയായിട്ട് പറയോ? ഇല്ലെങ്കിൽ നമുക്ക് കുത്തിപ്പൊളിക്കാം. എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകേണ്ടതാണ്, താക്കോലിട്ടാലേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇവിടെ ഇപ്പൊ 2 ധ്രുവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ ധ്രുവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏത് ധ്രുവത്തിലാ താങ്കള്? ഉത്തര ധ്രുവത്തിലാണോ ദക്ഷിണ ധ്രുവത്തിലാണോ? ഞാനിപ്പോ നടുധ്രുവത്തിലാ. നടുധ്രുവം. നടുധ്രുവമാണ്. അപ്പൊ വിളിച്ചേ വളരെ സന്തോഷം. ഇച്ചിരി തിരക്കിട്ട് നടക്കുവാണേ എനിക്ക്.